നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കിങ് കോഹ്ലി അടക്കി ഭരിച്ചിരുന്നതാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നമ്പർ 3 പൊസിഷൻ. അദ്ദേഹം ഇപ്പോൾ T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. ഇനി ഏകദിന ക്രിക്കറ്റിലാണ് അദ്ദേഹം വൈറ്റ് ബോൾ മത്സരങ്ങളാകെ കളിക്കുന്നത്. അപ്പോൾ T20 ക്രിക്കറ്റിൽ നമ്പർ 3 കാലുറപ്പിക്കുന്ന തിലക് വർമ്മയെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൊളിച്ചെടുക്കുകയാണ് താരം. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം 55 പന്തുകളിൽ നിന്ന് 4 ഫോറും 5 സിക്സറും അടക്കം നേടി 72 റൺസ് ടീം ഇന്ത്യയെ ഇന്നലെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് തിലകിൻ്റെ മാസ്മരിക പ്രകടനമാണ്. കളി കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, എന്നോട് കോച്ച് ഗംഭീർ സാർ പറഞ്ഞിരുന്നു ടീമിന് എന്താണ് വേണ്ടത്, അങ്ങനെ നീ കളിക്കണം, ഒരു ഓവറിൽ 10 റൺസാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അടിക്കണം, അതല്ല അവസാനം വരെ നിൽക്കുകയാണ് വേണ്ടതെങ്കിൽ അത്തരത്തിൽ കളിക്കണമെന്ന് കോച്ചിന്റെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് അദ്ദേഹം കളിക്കുമ്പോൾ എത്രത്തോളം മെച്ചോർഡായി കഴിഞ്ഞു തിലക് എന്നുള്ളത് ഇവിടെ വ്യക്തമാവുകയാണ്. ടീം ഇന്ത്യക്ക് വിശ്വസിച്ച് 3-ാം നമ്പറിൽ ഇറക്കാവുന്ന താരമായിട്ട് T20 ക്രിക്കറ്റിൽ അവൻ വളർന്നു കഴിഞ്ഞു. എ സ്റ്റാർ ഇൻ മേക്കിംഗ് എന്ന് തന്നെ പറയണം. നോക്കുക, 10 കളി വെച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ, അതായത് മിനിമം 10 T20 ഇന്നിങ്സുകളെങ്കിലും കളിച്ചവരുടെ ഒരു ലിസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മാത്രം വെച്ചുകൊണ്ട് കോഹ്ലിയേക്കാൾ മികച്ചവൻ എന്ന് പറയുന്നില്ല, പക്ഷേ ഈ കണക്കിൽ അവൻ കോഹ്ലിയെ മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ബെസ്റ്റ് ബാറ്റിംഗ് ആവറേജ് ബൈ ആൻ ഇന്ത്യൻ അറ്റ് നമ്പർ 3, മിനിമം 10 T20 ഇന്നിങ്സ്, 10 T20 ഇന്നിങ്സുകളെങ്കിലും കളിച്ചിട്ടുള്ള ഇന്ത്യൻ താരങ്ങളിൽ നമ്പർ 3 മികച്ച ബാറ്റിംഗ് ആവറേജ് ആർക്കാണ്? ഒന്നാമത് തിലക് വർമ്മ 69.83. രണ്ടാമതാണ് കോഹ്ലി അദ്ദേഹം ഇപ്പോൾ പിന്തള്ളിയിട്ടുണ്ട്. പക്ഷെ അത് ആവറേജാണ്, നമുക്കറിയാം. അത് കൂടുതൽ മത്സരങ്ങൾ കളിച്ചതാണ് കോഹ്ലി എന്നുള്ളതും അറിയാം. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അതിൽ വ്യത്യാസമുണ്ട് എന്നറിയാതെയല്ല ഈ പറയുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു പ്രോമിസിങ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നത് മാത്രമാണ് ഈ കണക്കെടുക്കുന്നതിൻ്റെ ഉദ്ദേശം. വിരാട് കോഹ്ലി 53.96 രണ്ടാമത്, ശ്രേയസ് അയ്യരാണ് നമ്പർ 3 35.33 ആവറേജുമായിട്ട് നിൽക്കുന്ന 3-ാം സ്ഥാനത്ത്. 4-മത് സൂര്യകുമാർ യാദവ് 3-ാം നമ്പറിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ 35ആണ്. KL രാഹുലിൻ്റെ 33.12. സുരേഷ് റൈന നമ്പർ 3 കളിച്ചപ്പോൾ 32.95 ആയിരുന്നു. ഋഷഭ് പന്ത് നമ്പർ 3 കളിച്ചിട്ടുണ്ടല്ലോ, അറിയാമല്ലോ. ആവറേജ് എത്രയാണെന്ന് അറിയാമോ? 26.18 മാത്രമാണ്. ഏതായാലും നമ്പർ 3 പൊളിച്ചെടുക്കുന്ന തിലക് വർമ്മ, അദ്ദേഹം ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ആകെ കളിച്ചിട്ടുള്ള കളികളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ 58.91 സ്ട്രൈക്ക് റേറ്റ് 156.07. സംശയിക്കേണ്ട, എ സ്റ്റാർ ഇൻ മേക്കിംഗ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.